ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ചീസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ അളവിൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം മുട്ട നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം ഇതിൻ്റെ മേലെ 2 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് വീണ് പോവാതെ നോക്കുക. അതേപോലെ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നമുക്ക് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. മറ്റേ സൈഡിൽ കുറച്ച് കെച്ചപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചീസ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് ആൻഡ് ചീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.